മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അബ്ദുൽ നാസർ മദനിക്ക് സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. ടോമി, മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അബ്ദുൽ നാസർ മദനിക്ക് സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. മദനിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 7 മുതൽ 14 വരെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാനുമായി കേരളത്തിൽ താമസിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ മദനിക്ക് നൽകിയിരിക്കുന്ന അനുമതി. നേരത്തെ ബാംഗ്ലൂർ കോടതി മദനിയുടെ ആവശ്യം തള്ളിയിരുന്നു. അമ്മയെ സന്ദർശിക്കാൻ മാത്രം അനുമതി നൽകുകയും വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുമതി നിഷേധിക്കുകയുമായിരുന്നു ചെയ്തത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അബ്ദുൽ നാസർ മദനി സുപ്രീം കോടതിയെ സമീപിച്ചത്. തനിക്ക് നീതി ലഭിച്ചില്ല ഈ വിഷയത്തിലെന്ന് മദനി കോടതിയെ ബോധ്യപ്പെടുത്തി. അതേസമയം തന്നെ കർണാടക സർക്കാർ മദനിയുടെ ആവശ്യത്തെ എതിർത്തു. മദനി കേരളത്തിൽ പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ സുരക്ഷാ ചിലവിലേക്ക് വലിയ തുക ചിലവഴിക്കേണ്ടി വരും എന്നുള്ള ഒരു വാദമാണ് കർണാടക സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ മദനിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ചിലവുകൾ വഹിക്കാൻ തയ്യാറാണെന്നും സ്വയം വഹിക്കാൻ തയ്യാറാണെന്ന് മദനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്ന് സുരക്ഷാ ചെലവുകൾ മദനി സ്വന്തം നിലയിൽ വഹിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് ഇടുകയും ചെയ്തു. ഈ ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലേക്കാണ് കേരളത്തിലേക്ക് പോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഒരാഴ്ച കേരളത്തിൽ തങ്ങാനുള്ള അനുമതിയും നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 9 തീയതിയാണ് തലശ്ശേരിയിൽ വെച്ച് മദനിയുടെ മകൻ ഉമർ മുഖ്താറിന്റെ വിവാഹം. ഇതിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ടോമി, ഓഗസ്റ്റ് 7 മുതൽ 14 വരെ അബ്ദുൽ നാസർ മദനിക്ക് കേരളത്തിൽ കഴിയാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് എം സന്തോഷ് ദില്ലിയിൽ നിന്നും നൽകിയത്.